നല്ല കിറ്റേട്ടാ. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കയ്യില് ചൊരുക്കും മാറ്റം എന്റെ അടുത്ത് വരരുതെന്ന്. അമ്മ വയലന്റ് ആവല്ലേ, കത്തിയാണ് കേറി കൊള്ളും. അമ്മക്ക് എന്താ എന്റെ അടുത്ത് ഇത്ര പുച്ഛം? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഡിസ്ട്രിക്ട് ലെവലിലെ ഫസ്റ്റ് കിട്ടിയ ആളാണ്, അതിന്റെ ഒരു ഇത് വേണം. എന്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ഞാൻ ഏത് ഡിസ്ട്രിക്ട് പ്ലെയർ ആണെന്ന് നോക്കില്ല, ഞാൻ അവിടെ ചവിട്ടിക്കൂട്ടി ഇടും. പഞ്ച് ചെയ്ത് കൈയൊക്കെ ഭയങ്കര വേദന. അതല്ലേ അമ്മനെ ഇടിച്ചിട്ടാണ് നിനക്ക് കൈ വേദന. അമ്മ തല്ലി അങ്ങനെ വരും. അങ്ങനെയൊന്നുമില്ല, 2 മാസം കൊണ്ട് നോക്കിക്കോ, ഞാൻ വീണ്ടും പഴയ ലെവലിൽ എത്തുന്നു. നിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്, കാരണം അമ്മ വിളിക്കണേ. പോകാൻ വല്ല ആവശ്യമുണ്ടോ? ഞാൻ അവിടെ നിന്ന് വരെയപ്പോ എന്തോ ഒരു സ്നേഹമില്ലാത്തവനക്ക്. സ്നേഹത്തിന്റെ പേര് വിളിച്ചു പോകുന്നത് ദൈവം, എനിക്ക് സമാധാനം വേണം. ഓ എന്തോ വേണ്ടേക്ക്. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ കൊറേ ദിവസം കൊണ്ടേ രാവിലെ കാത്തുവിന്റെ വീട്ടിൽ പോണെന്നും പറഞ്ഞ് അടക്കാറില്ല, എന്താണ് പരിപാടി? എന്തിനു പോണ്? അത് പിന്നെ അമ്മ ഒരു അത്യാവശ്യമുണ്ട്. എന്തോന്ന് അത്യാവശ്യം? പ്രത്യേകിച്ചൊന്നുമില്ല, കാർത്തുമില്ലേ, അവള് മാത്സിന് ഭയങ്കര വീക്ക്. ഞാൻ വിചാരിച്ചു ഫ്രീ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോ അവളെ പോയി പഠിപ്പിക്കാന്ന് മാത്സ്. നീ പഠിപ്പിക്ക, നിനക്ക് വല്ലതും അറിയാവോടി പിങ്കി? അറിയാവോ കണക്കിന് എന്തോന്ന്? പിന്നെ എനിക്ക് എന്റെ പഠിത്ത കാര്യത്തെ പറ്റി നീ പറയല്ലേ റിങ്കി? സത്യല്ലേ ഞാൻ പറഞ്ഞ? വേറെ എന്തിനു ഞാൻ മോശമായാലും പഠിക്കാനും തിന്നാനും എന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ. തിന്നാൻ നിന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ. അത് കറക്റ്റ് ആണ്. അതിൽ നിനക്ക് അമ്മ വരും. അമ്മ വിളിച്ചു പോകല്ലേ, കാര്യം പറ. അമ്മ 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 വിളിക്കാതെ നീ കാര്യം പറ. അമ്മ ഉണ്ടല്ലോ ഫ്രണ്ടില്. ഇങ്ങോട്ട് മാറിയടി, ഇവിടെ നീങ്ങിയടി. എന്തോ കാര്യം സാധിക്കാനാണ്? അമ്മ കാർത്തൂന്റെ വീടില്ലേ, കാർത്തൂന്റെ വീടിന്റെ തൊട്ടടുത്ത് ചേർന്നൊരു വീടില്ലേ? വീടുണ്ട്. ആ വീടിനകത്ത് ഒരു വയസ്സായ അമ്മുമ്മയില്ലേ? വയസ്സായ ആൾക്കാരെയാണ് അമ്മുമ്മ എന്ന് വിളിക്കണത്. വയസ്സായ അപ്പൂപ്പന്മാരെ അപ്പ എന്താ വിളിക്കും? അപ്പൂപ്പാന്ന് വിളിക്കും. അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇടയിൽ ചോദ്യം ചോദിക്കില്ല, എന്റെ ഫ്ലോ അങ്ങ് പോകും. അപ്പൊ ആ അമ്മുമ്മയുടെ വീട്ടിലുണ്ടല്ലോ നിറച്ചും കോഴികളുണ്ട്. അത് നീ എന്നെ നോക്കണുണ്ട്. അങ്ങനെ പല വീട്ടിലും പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അമ്മുമ്മ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ കോഴികൾ എല്ലാരും കൂടെ ഇങ്ങനെ ഓടി അമ്മുമ്മയുടെ അടുത്ത് ആണല്ലേ? തീറ്റ ഇട്ട് കൊടുത്ത കോഴി അടുത്ത് വരും. അത് വലിയ അത്ഭുതമൊന്നുമില്ല. കോഴി വരുന്നു, അത്ഭുതമൊന്നുമില്ല. അപ്പൊ ഞാനത് മതിലിന്റെ മണ്ടേ കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ. മതിലിന്റെ വണ്ടിയിൽ നീ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു? ആകെ ഇത്തിരി ചാണ്ട് പൊക്കോണ്ട് നീ എങ്ങനെ നോക്കാനാണ്? സ്റ്റൂൾ ഇട്ട് മതി, സ്റ്റൂള് നിനക്ക്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ആ അമ്മുമ്മ എന്നെ കണ്ട്. അപ്പൊ അമ്മുമ്മ എന്ത് ചെയ്ത് എന്നെ നോക്കിയിട്ട് ചോദിച്ച്, മോളെ എന്താ മോളെ നോക്കുന്നേ, മോക്ക് കോഴി വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മുമ്മ നോക്കിട്ട് ഇങ്ങനെ ചിരിച്ചു. അപ്പൊ അമ്മുമ്മ എന്ത് ചെയ്ത്, മോൾ എന്തിനാ ചിരിക്കുന്നേ, മോൾ പറയും മോക്ക് കോഴി വേണോ എന്ന് ഒന്നും കൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ തലയാട്ടി. അപ്പൊ അമ്മ ഒന്നും കൂടെ നിർബന്ധം ചോദിച്ചു കോഴി വേണോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് പറയാം അമ്മുമ്മ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, അങ്ങനെ വീട്ടിൽ ചെന്ന് ചോദിച്ച് ഞങ്ങൾ എല്ലാരോടും ചോദിച്ച് അപ്പൊ എല്ലാരും പറഞ്ഞു കോഴിയെ വേണ്ടാന്ന്. എന്തോ അത് പിന്നെ കോഴിക്കേസാ, കോഴിക്കേസ്. അതച്ഛാ, നമ്മൾ ഒരു വീടായി കഴിഞ്ഞാൽ ഒരു നാടൻ കോഴിയൊക്കെ വേണ്ട? കോഴി വളർത്തണം നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ് അല്ലേ? അല്ലേ? നമ്മുടെ 2 വീട്ടിലുണ്ടല്ലോ. അതെ അതെ, അച്ഛന്റെ കാര്യം അറിയാം. ഓ എന്റെ ദൈവമേ, അച്ഛൻ കോഴി വളർത്തിട്ടില്ലേ? ഞാൻ വളർത്തിട്ടില്ല, പക്ഷെ വീട്ടിൽ ഇഷ്ടംപോലെ കോഴി ഉണ്ട്. അമ്മൂമ്മ വളർത്തുമല്ലോ, അവിടെ ഉണ്ടല്ലോ പുല്ലുനടയിലും. അമ്മ വളർത്തിയിട്ടുണ്ടോ? ഞാൻ വളർത്തിയിട്ടില്ല. ഇല്ലേ? ഇഷ്ടമല്ല. നമുക്ക് വളർത്താം, താല്പര്യമില്ല. അച്ഛന് മനസ്സിലായില്ലേ? ഇല്ല. ആദ്യം ഒരു പട്ടിയെ വളർത്തിയത് ഓർമ്മയുണ്ടോ? എന്നിട്ട് നമ്മൾ അതിനെ അടിച്ചോട്ടിച്ചത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് കിളിക്കൂട്, അതും കഴിഞ്ഞ് ലവ് ബേർഡ്സ്, അതിനെ പറത്തി വിട്ടു. എന്റെ 1500 രൂപ പറന്നുപോയി. അതും കഴിഞ്ഞ് ഇപ്പൊ കോഴിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് കഴിയുമ്പോ വലിയൊരു ആനയെ കൊണ്ട് മുന്നിൽ നിർത്തും. എന്നിട്ട് നമുക്ക് ആ ആനപ്പിണ്ടം വെച്ചിട്ട് നമുക്ക് സാമ്പ്രാണി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാം. പോരെ? എന്താ മോളെ നിന്റെ? അച്ഛാ ഒരു കോഴി മേടിക്കാം അച്ഛാ, നല്ല കിട്ടില്ല ഒരു കോഴി, പൂവൻ കോഴി. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ പൂവൻ കോഴി എന്നെ തന്നെ ഇങ്ങനെ നോക്കി. അപ്പുറത്തെ കാർത്തൂന്റെ വീടിന്റെ തൊട്ടടുത്ത്. തരാന്ന് പറഞ്ഞോ? ഫ്രീ ആയിട്ടോ? ഫ്രീ ആയിട്ട് തരാം, അവരെന്റെ അമ്മൂമ്മയെന്നല്ലല്ലോ. ഫ്രീ ആയിട്ട് എങ്ങനെ സാധനം കിട്ടും? കാശ് കൊടുത്താ? പിന്നെ കാശ് കൊടുക്കണ്ടേ? കാശ് ചെലവിനുള്ള അടുത്ത വഴി കൊടുത്തോ? ഒരു 500 രൂപയേ ഉള്ളൂ. അത് ചേച്ചി എന്ന് സഹായിച്ചാ നന്ദി. എനിക്ക് പോരുത്, എന്റെ 1500 രൂപ പറത്തി വിട്ടവളാണ് നീ. ഇണ്ടി പോരുത്. നീ 500 കുണുമാ ഇപ്പൊ തരാം ഞാൻ.
കോഴി എന്റെ അടുത്ത് വളർത്തുന്നത് ചോദിക്കണ്ട, എന്റെ നല്ലതാണ്. പൈസ ഇല്ല. കോഴി വളർത്തുന്നത് നല്ലത് തന്നെയാണ്. ആര് തീറ്റ ആര് കൊടുക്കും? ആ വേറെ കാര്യമുണ്ട്, ഇദ്ദേഹം നോക്കണം, തീറ്റ കൊടുക്കണം. അത് കൂട് വേണ്ടേ ഇതിന്? കൂട് ഇപ്പൊ തൽക്കാലം ഇല്ലല്ലോ, നമുക്ക് വീട്ടിൽ കെട്ടിട്ട് വളർത്താം. വളർത്താൻ പട്ടിയാടി. ഉണ്ടായി അങ്ങോട്ട്. ഇതേത് ഇവിടെ മൊത്തം കഷ്ടിച്ച് നാട്ടിക്കും. അതാണ് അത് ഇല്ല, പുറത്തല്ലേ, അത്ര നാറ്റൊന്നും ഇല്ല. നല്ല സുഖമായിരിക്കും. നീ തീറ്റ എങ്ങനെ കൊടുക്കും? തീറ്റ കൈ കൊണ്ട് കൊടുക്കും. പിന്നെ അത് അങ്ങനെ കൊടുക്കണ തീറ്റ? ഇത് ഉണ്ടാക്കാതെ, ബഹളം ഉണ്ടാക്കാതെ. അച്ഛൻ പറ, അച്ഛൻ എന്നെ കൈ വിടരുത് പ്ലീസ്. ഞാൻ നിന്നെ കൈവിടുന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലേ? അപ്പൊ അച്ഛാ, അച്ഛന്റെ പേഴ്സിനെ ഒരു 500 രൂപ എടുക്കണം അച്ഛാ. അത് പാലുകാരന് കൊടുക്കാൻ പറ്റുന്ന പൈസ ഓടിപ്പോയ്ക്കോ, എന്നാ ഇപ്പൊ കിട്ടും. മക്കളെ 500 ഗോവിന്ദ. 2 എണ്ണം പൈസ എന്തിനാ നീ കണക്ക് തന്നെ. അവളെ മാത്രം പറയുന്നത് വേണ്ട. അച്ഛൻ ഇപ്പൊ പാഴ്ചെലവിന്റെ കണക്ക് പറയേ. തുടങ്ങി. പാടില്ലല്ലോ ഒന്നും പറയാൻ. അടുത്തിന് കോഴിയുണ്ട്. കോഴി. ആ പറഞ്ഞോ. എടാ എനിക്കിന്ന് 7 മണിക്ക് മുന്നേ വീട്ടിലെത്തണം. ആര്? അവളുണ്ടെങ്കിലോ? പിന്നെ നല്ല ഓളമാണ്. എന്റെ ഉള്ള ഓളവും കൂടി പോവും. ഒന്ന് പൊടിയാടുന്നു. അതൊന്നും വേണ്ട, അവളൊന്നും ശരിയാവൂല. പിന്നെ കാണുന്ന കടയിൽ മുഴുവൻ ചേച്ചി നമുക്ക് ബജി കഴിക്കാം, സമോസ കഴിക്കാം, പപ്സ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് കയറ്റിക്കും. ആ വേണ്ട. ആ ശരി. അയ്യോ അവള് വരുന്നുണ്ടേ, ഞാൻ വിളിക്കാം. ചേച്ചി, ആ കോഴി. അയ്യേ കോഴി. അയ്യേ ഇതെന്തിനാണ് ഇതിനേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്തുവാടെ അയ്യ കോഴി എന്നൊക്കെ? എന്ത് വർത്താനോടെ ഇത്? അയ്യ കോഴിന്ന് നീ എടി ഇതിന്റെ മുഖത്തോട്ട് നോക്കി, എന്തൊരു തലയെടുപ്പാണ്. ഭയങ്കര കോഴിയല്ലേ ഇത്? ഇത് പുലിയാണ്, പുലി. അയ്യോടാ ചക്കര. നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നടി? കൊണ്ടുപോടി അവിടെ നിന്ന്. കൊണ്ടുപോവാനാ? എവിടെ കൊണ്ടുപോവാൻ? ഇതെന്തിനു കൊണ്ടുവന്ന ഇവിടെ? ഞാൻ വളർത്താൻ കൊണ്ടുവന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഈ സാധനത്തിനെ വീട്ടിന്റെ അകത്ത് കയറ്റാൻ പറ്റൂല. വീടിന്റെ അകം മുഴുവൻ കാഷ്ടിച്ച് വെക്കും ഇത്. പിന്നെ കാഴ്ച ചോദിക്കും. എടി കോഴി ഇങ്ങ് കൊണ്ടുവന്നാ കയ്യോടെ? ഓ കൊണ്ടുവന്ന്. പിന്നെ ബെസ്റ്റ്. കൊള്ളാവോ? നാടൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഗിരിരാജയാണെന്ന് തോന്നുന്നു. നാടനൊന്നും അല്ല. ഗിരിരാജനാ? നാടനാണെന്നല്ല അമ്മൂമ്മ പറഞ്ഞേ. എനിക്കല്ലേ പിടുത്തൊന്നും ഇല്ല, പക്ഷെ മനസ്സിലാക്കിയത് ഇത് ഗിരിരാജയാണെന്നാണ്. നാടനാണത്, നാടൻ. അമ്മ ഒരു കാര്യം ചെയ്യും, ഐശ്വര്യായിട്ട് പിന്നെ ഒരു പേരിട്ടെ. പിന്നെ നിന്റെ കോഴിക്ക് പേരിടലല്ലേ എന്റെ ജോലി. എന്റെ 2 മക്കൾക്ക് പോലും എനിക്ക് പേരിടാൻ വയ്യായിരുന്നു. അതല്ലേ എന്റെ അച്ഛനെ ഏൽപ്പിച്ചത്. പിന്നെ നമുക്ക് ചിക്കു നിട്ടാലോ? ചിക്കുവാ? കോഴിക്കിടാൻ പറ്റിയ പേര് ചിക്കൻ ചിക്കു. ശശി നിട്ടോ? പൊടി. അപ്പൊ വേണ്ട, സോമൻ നിടാ. എന്തോ അമ്മ ഈ പറഞ്ഞല്ലോ നാടൻ പേര് മതി. കാരണം നാടൻ ഐറ്റം ആണെന്നാണല്ലോ പറയുന്നത്. എന്നാ അമ്മ ഒരു പേര് പറ. എനിക്ക് പേരൊന്നുമില്ല, നീ വല്ല ഇട്. എന്തെങ്കിലും വിളി. ഇവൻ എന്റെ സൂപ്പർ ഹീറോ ആണ്. അപ്പൊ നമുക്ക് സൂപ്പർ ഹീറോയ്ക്ക് പറ്റിയ പേര് തന്നെ വേണം. മിന്നൽ മുരളി. മുരളി എന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്? മുരളിയുള്ള എന്റെ ഫേവറേറ്റ് ഹീറോ ആയതുകൊണ്ട് നടൻ മിന്നൽ മുരളിയല്ല, പഴയ നടൻ മുരളി. രണ്ട് കോഴി ഒരുപോലെ അയ്യോ അയ്യോ മുരളി, മുരളി, അയ്യോ എന്റെ മുരളി. അങ്ങ് പൊയ്ക്കോ. അയ്യോ മുരളി, മുരളി. അമ്മ പിടി അമ്മ. പണി നിനക്ക് വല്ല കാര്യം ഉണ്ടാ കോഴിയെ പിടിക്കാനായിട്ട് ഓടിയത്? അതെല്ലാരും കൂടെ ഓടിയപ്പോ ഞാനൊരു ആവേശത്തിന് ഓടി. ഈ വണ്ണം വെച്ചിട്ട് ഓടും. എന്ത് വണ്ണമുള്ളവർക്ക് ഓടിക്കൂടെ? വണ്ണമുള്ളവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? നിങ്ങൾ മെലിഞ്ഞവര് മാത്രം ജീവിച്ചാൽ മതിയോ? പറഞ്ഞാൽ മനസ്സിലാവും. അതായത് കുറച്ചേരം കഴിയുമ്പോ അങ്ങ് മാറി എണ്ണ കിട്ടും. നീരുണ്ട് മണി. അത് അവിടെ കാലിൽ അങ്ങനെയായതുകൊണ്ട് നീരൊന്നുമില്ല. നീ നിസ്സാരമായിട്ട് കാണ്. ഇനിയിപ്പോ എന്താ ഇത് തൂക്കിയിട്ടോണ്ടിരിക്കുമ്പോ കൂടുതൽ നീര് വെക്കും. മനസ്സിലായോ? എന്നിട്ടോ ഞാൻ അനങ്ങാതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ കാര്യം നടക്കണ്ടേ? അതുകൊണ്ടാ പറഞ്ഞത് കുറച്ച് തിരുമ്മിട്ട് റെസ്റ്റ് എടു. പറയുന്ന കേക്ക്. കോഴിയെ പിടിക്കാൻ ഓടി. പിള്ളേര് നിൽക്കുന്നതിന് താളത്തിന് തുള്ളിക്കോണം കേട്ടോ. എന്ത് രസമാണ്.
എന്റെ കോഴിയുടെ കൂലയൊക്കെ ആഹാ. ഒരുപാട് കോഴികളെ മേടിക്കണം. ഈ മുറ്റ നിറച്ചും കോഴികളെ കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ ഒരുപാട് മുട്ട കിട്ടും. ആഹാ. ഒന്ന് എനിക്ക് പൊടി ആടുന്ന്. ഇതിനൊന്നും ഉറക്കോ ഇല്ലേ? നാശം. എന്താ ഓരോന്ന് നേരം വെളുക്കുമ്പോഴാണ് കോഴികൾ പോകുന്നത്. ഇത് രാത്രി കിടന്ന് ആരും വിളിച്ചോളും. മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കൂല. ചേച്ചി, ചിലപ്പോ എന്നെ കാണാത്തോണ്ടായിരിക്കും അത് കരയണത്. ഓ, നിന്നെ കാണാത്തോണ്ട് കളിയാ. നീ എന്തോ നടി അതിന്റെ തള്ളക്കോഴിയാ. ചേച്ചി, നിനക്ക് അറിഞ്ഞൂടെ ചേച്ചി, മനുഷ്യരും മൃഗവും തമ്മിൽ ഒരു വലിയൊരു ആത്മബന്ധമുണ്ട്. പണ്ട് അങ്ങ് ഇംഗ്ലണ്ടിലെ ഒരു കോഴി അതിന്റെ ഉടമസ്ഥനെ കാണാതായിട്ട് നിർത്തോ. സ്വിറ്റ്സർലാൻഡ്. കോഴിയുടെ കൂടെ പിന്നെയും കേക്കാം. നിന്റെ ഈ തള്ളു കേൾക്കാൻ എനിക്ക് വയ്യ. കോഴി മണി എന്തായാലും വീട്ടാ കോഴി ഇങ്ങോട്ടും കയറി വന്നാ. നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞത് കോഴിയല്ലേ, കോഴി പേടിക്കണം. ഇപ്പൊ എന്തായി? അത് അപ്രതീക്ഷിതമായിട്ട് വന്ന് ഇങ്ങനെ വീണു ഞാൻ. ആണല്ലേ, ഇതെ കൊണ്ട് വലിയ ശല്യമല്ല. മനുഷ്യന് പേടിയില്ലേ ഇതിന്? കോഴി ശല്യം തന്നെ. കോഴി വന്നിട്ട് പൊക്കോണ ഇവിടുന്ന്. മുരളി, എടാ നീ നോക്കിയടാ ഇങ്ങോട്ട്. നീ എന്തിനാടാ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്? ഇങ്ങനെ അലമ്പുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി നിന്നെ എന്നെയും കൂടെ എടുത്ത് പുറത്ത് കളയും കേട്ടാ. നോക്ക്, നിനക്ക് ഞാൻ മീനും ചോറും ഒക്കെ തരുന്നില്ലേ, പിന്നെ നീ എന്താ ഞാൻ പറഞ്ഞ അനുസരിക്കാത്ത? മുരളി, ഇതാ കഴിച്ചോട്ടോ. ഇതാ കഴിച്ചു. മുരളി, ചക്കരയല്ലേ, ചേച്ചി പറഞ്ഞ പോലെ അനുസരിക്കണം കേട്ടോ. ഇനി കേട്ടോ, ഒരു ഫോട്ടോ എടുക്കട്ടെ. നോക്ക്, കൊള്ളാം കേട്ടോ. പേടിക്കണ്ട, ഇരുന്നോ. നീ ഒന്നും പറയത്തില്ല ആരും കേട്ടോ. ചക്കരുള്ളൂ. ഇവിടെ ഇരുന്നോണേ. കഴിച്ചോ. മണി നിന്റെ കാലുവേന എങ്ങനെയുണ്ട്? കാലുവേനൊന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പണിയെടുത്തല്ലേ പറ്റുള്ളൂ. കുഴപ്പമില്ല, കുറഞ്ഞു. അവിടെ കയറിയിരുന്നു. തുറച്ചോണ്ടിരിക്കല്ലേ? കുഴപ്പമില്ല. എന്നാ പിന്നെ ഫുള്ളോടെ കയറിയിരുന്നു. തുറക്കണ്ടല്ലോ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോന്നിനും ഇങ്ങോട്ട് വരും. എന്താണ് കാര്യം മനസ്സിലാവും. എന്റെ ഷൂവിൽ വരെ അത് കാഷ്ടിച്ച് വെച്ചേക്കുന്നത്. അരെ കോഴിയാ? കോഴിക്ക് ഇപ്പൊ കറക്റ്റ് സ്ഥലം അറിയാല്ലേ? ടോയ്ലറ്റ് എവിടെയാണെന്ന്. അമ്മക്ക് കാലില് കിട്ടിയത് പോരെ? കാലില് കിട്ടി. കഷ്ടം നോക്ക്. കോഴി ആവുമ്പോ വീടിനകത്തൊക്കെ കയറി നിന്നിരിക്കും. അത് ഓടിച്ച് കളഞ്ഞാ പോവില്ലേ? വലിയ പ്രശ്നമാക്കണോ? നോക്കിക്കോ. എന്തോന്നു എന്നെ എടുത്ത് കള. അമ്മ, ഞാൻ എന്റെ കോഴിയെ അപ്പുറത്ത് കെട്ടിയിട്ടുണ്ട്. അതിന് ഒരു ശല്യത്തിനും വരൂല. നിങ്ങളായിട്ട് ഇനി ശല്യപ്പെടുത്താതിരുന്നാൽ കേട്ടാ. കോഴി വീട്ടിനകത്ത് വരെ കയറി തുടങ്ങി. എന്ത് എടി, ഈ വീട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെങ്കിൽ എന്റെ കോഴി ഈ വീട്ടിനകത്ത് കയറും. അതിന് നിനക്ക് കുഴപ്പം എന്തോന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. അടി പിന്നെ നീ അങ്ങ് കാണിച്ചു തരും. നീ കാണിച്ചു തരാണെങ്കിൽ ഞാൻ പിങ്കി ആരാന്ന് നീ അറിയും. അടിച്ച് രണ്ടര ഷേപ്പ് മരി കളഞ്ഞു. ഒരു കോഴിയും പറഞ്ഞോണ്ടും പ്രശ്നം എടുത്ത് തുടങ്ങിക്കോളും. ഇനി ഞാൻ ജോലിയിലെടുക്കും. അല്ല, ഈ കൊച്ചിന് എന്തിന്റെ കുഴപ്പം? രണ്ടെണ്ണത്തിനും കുഴപ്പം തന്നെ. അമ്മ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ടത്തെ വീട്ടില് കോഴി, മാട്, ആട് എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വീടിനകത്തും കയറും, പുറത്തും പോവും. അങ്ങനെ അതിന് പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു ഐശ്വര്യം തന്നെയായിരുന്നു. പിന്നെ ഇവക്ക് അത്ര എന്തത്ര. അത് ശരിയാണ് മക്കളെ. ജീവജലങ്ങളാവുമ്പോ നമ്മളിവിടെ ജീവിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പോട്ട്, ഇനിയിപ്പോ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ
അടിച്ചു കൊല്ലല്ലേ. ആ എന്തുകൂടി ചേച്ചി, ആ ഞാൻ പോണേ. എവിടെ പോണു? കാർത്തൂന്റെ വീട്ടില്. എന്തിന്? അവളെന്തോ അത്യാവശ്യമുണ്ട്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു. ആ അപ്പൊ ഇന്നൊന്നും നീ എത്താൻ പോകുന്നില്ല. പോകുന്നുള്ള അമ്മയുടെ പറഞ്ഞിട്ട് പോകും. ആ പറയാ. ആ പോണേ. ആവോ. മനസ്സമാനത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂല. അനക്കില്ല. അയ്യോ ചത്ത. അമ്മ അമ്മ ഷൂ അമ്മ ആ ഒന്നിങ്ങോട്ട് വാ. ഇതോടെ ചത്ത്. ചത്തോ? അത് എന്റെ ദേഹത്ത് വന്നിരുന്നപ്പോഴേ ഞാൻ എടുത്ത് എറിഞ്ഞ് ഗ്ലൗസ് കൊടുത്ത് എറിഞ്ഞു കൊടുത്താ ചത്ത്. ഞാൻ ചാവൂന്ന് വിചാരിച്ചില്ല. പിങ്കി അറിഞ്ഞിട്ടുണ്ടല്ലോ. അവളിപ്പോ വരുവോ? അവള് കാത്തുന്റെ വീട്ടിൽ പോയി. എടി എന്തോ ഇതിനെ എന്ത് ചെയ്യാൻ? അയ്യോ പാവം. അഹങ്കാരി. ദൈവമേ, അതിനെ കൊന്നുവിള്. നീ വാ. ഓ അവൾ അറിഞ്ഞ. മണി, അവൾ എങ്ങനെ പ്രതികരിക്കുന്നു അറിഞ്ഞു. വിഷമം അവൾക്ക്. രവിയേട്ടൻ വിഷമിക്കണതിന് അവക്കല്ലേ വിഷമം? അതെ, അവള് സമ്മതിക്കും. അവൾ എന്ത് ചെയ്യും? വിളി. നീ വിളിച്ചാലോ? ഞാൻ വിളിക്കണമെന്നില്ല, രവിയേട്ടൻ വിളി. മക്കളെ ശ്രദ്ധിക്കണ്ടേ എല്ലാം? അറിഞ്ഞോണ്ട് ചെയ്തല്ലോ അച്ഛ, അറിയാതെ പറ്റിയല്ലേ, കയ്യബദ്ധം. പിങ്കി, മക്കളെ പിങ്കി, ഓ വാ ആഹാരം കഴിക്കാം. മോളിങ്ങി വാ. ആരായാ? ആ എന്തോ സ്പെഷ്യല് ചിക്കനോ? ചിക്കൻ. നിങ്ങളാരും കഴിക്കല്ലേ? മക്കള് കഴിക്കും. മക്കള് കഴിച്ചു. ഭക്ഷണം മണത്ത് നോക്കലിന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വൃത്തിയുടെ സ്വഭാവമാണ്. ആ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. എടുത്തിട്ട് ബാക്കിയാ. അയ്യോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കിട്ടണം. എങ്ങനെയുണ്ട്? ചിക്കൻ കഴിക്കാൻ ഇന്നലെ കൂടെ വിചാരിച്ചോളൂ എനിക്ക് ചപ്പാത്തി ചിക്കൻ തിന്നോളാം. മോള് കഴി. അയ്യോ, ചിക്കൻ കാലം ഉണ്ടപ്പോഴും എന്റെ മുരളിക്ക് ഫുഡ് കൊടുത്തില്ല. കൊടുത്തിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി. അയ്യോ വേണ്ട, മുരളിക്ക് ഇനി മക്കള് തീറ്റ കൊടുക്കണ്ട. എന്താ? തീറ്റ കഴിക്കേണ്ട മുരളിയാണ് മക്കള് കഴിച്ചോണ്ടിരിക്കണം. എന്റെ മുരളി അത് അത് കൊന്നാ പാവം തിന്നാ തീരുമെന്നാണല്ലോ. മോള് കഴിക്കേ. എന്ത് പറ്റിയേ? അത് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാടി. ചേച്ചിക്ക് ഒരു കയ്യബദ്ധം പറ്റി. മോളിനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട മോളെ. കഴിക്കേ. എന്റെ ലെഗ് പീസ് കൂടി വേണമെങ്കിൽ നീ എടുത്തോ. നമുക്ക് വേറെ ഒരെണ്ണത്തിനെ വാങ്ങിച്ചു വളർത്താം. വേറെ മുരളി വാങ്ങിച്ചിടാം കേട്ടോ. സോറി. കഴിക്കും മോളെ. മുരളി അച്ഛാ, സോറി മുരളി, സോറി. ആ ലെഗ് പീസും കൂടെ എടുത്താലോ? അയ്യോ